Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Hello, ma'am. Good evening, ma'am.
Good evening, ma'am. Good evening, ma'am. Good evening, ma'am. ഹലോ മാം കേക്കുന്നുണ്ടോ? മാം പറയുന്നതൊന്നും കേൾക്കുന്നില്ല. മാമിനെ കാണാനില്ല. മാം ലീവ് ചെയ്ത് പോയി. ഇപ്പൊ വിൽ റീജോയിൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു മാം എന്താ മിണ്ടാത്തെ. മാം ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഗുഡ് ഈവനിങ്. കേൾക്കാമോ? മാം കേൾക്കാം. ഞാൻ മൊബൈലിൽ നിന്ന് കയറി, മറ്റേത് ഓണായിട്ട് തന്നെ ഇരിക്കണ്ടാവും, പിന്നെ നോക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. ആക്ച്വലി ലാസ്റ്റ് ക്ലാസ് അവർ മീഡിയം വാസ് ഇംഗ്ലീഷ്. ഐ വിൽ ടെൽ യു സംതിങ്. ബിഫോർ ദാറ്റ് വി വിൽ ഹാവ് ആൻ സൈലന്റ് പ്രെയർ. സൈലന്റ് പ്രെയറോടുകൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ ഫൈൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ക്ലാസ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഞാൻ അതിലേക്ക് വരാം.
എന്താ ഫെസിലിറ്റേറ്റർ? നമ്മൾ എപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ടീച്ചർ എന്നുള്ളതിന് പകരം നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടറസ് നമ്മൾ പറഞ്ഞു. എന്താ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്? ആ വേർഡിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. വാട്ട് ഇസ് മെന്റ് ബൈ ഫെസിലിറ്റേറ്റർ? facilitates യെസ്, Who guide? സഹായിക്കുന്നതെന്ന് ഞാൻ കേട്ടു. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, അതായത് വൺ ഹൂ ഗൈഡ്സ്, ഗൈഡ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സോ നിങ്ങളെല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ഫ്യൂച്ചർ ഫെസിലിറ്റേറ്ററിന് ഞാനങ്ങ് മാറ്റി, നമ്മളെല്ലാവരും ഫെസിലിറ്റേറ്ററാണ്. സോ നമ്മളുടെ ഡ്യൂട്ടി എന്താ? ടു ഫെസിലിറ്റേറ്റ്, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, ടു സപ്പോർട്ട്, അതെല്ലാമാണ് നമ്മളുടെ ഡ്യൂട്ടീസ് അല്ലേ? സോ ലൈക്ക് അപ്പം ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. അതായത് ഇപ്പം എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, എന്നെ ആരെങ്കിലും ഗൈഡ് ചെയ്യണം. അതുപോലെ തന്നെ സൗമ്യയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, സൗമ്യ ആരെങ്കിലും ഗൈഡ് ചെയ്യണം. അതുപോലെ സൗമ്യ തിരിച്ചും ഒരാളെ സപ്പോർട്ട് ചെയ്യണം, ഗൈഡ് ചെയ്യണം. നമ്മൾ ക്ലാസ് ഇംഗ്ലീഷിലാക്കിയപ്പം ഞാൻ ഹോൾ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. അപ്പൊ എല്ലാവരും, കാരണം നമുക്ക് ഇംഗ്ലീഷിലേക്ക് തന്നെ പോകണം. നമുക്ക് ഈ ജോബിന്റെ ഒരു പ്രത്യേകത അതാണ്, കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ ഏറ്റവും ബേസ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. സോ അവരുടെ കമ്മ്യൂണിക്കേഷൻ പവർ അതും ഇംപ്രൂവ് ചെയ്യണം. നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് അറിയണം അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ മീഡിയം ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഏപ്രിലിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സോ വി ഗോട്ട് ഇനഫ് ടൈം, നമുക്ക് ധാരാളം സമയം കിട്ടി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് മാറിയത്. ഞങ്ങൾക്കൊക്കെ ആക്ച്വലി 1 വീക്കേ ഞങ്ങളെ അലോ ചെയ്തിരുന്നുള്ളൂ മലയാളം പറയാൻ. അതിനുശേഷം ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ലാംഗ്വേജിൽ സംസാരിക്കാൻ സമ്മതിച്ചില്ല. നമ്മളുടെ ക്ലാസ്സിലെ SLC കഴിഞ്ഞവരുണ്ടായിരുന്നു, +2 കഴിഞ്ഞവരുണ്ടായിരുന്നു, ഡിഗ്രി കഴിഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ വട്ടവർ ഇത്രയും പേരുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ സപ്പോർട്ടും ഒക്കെ ഉള്ളത് കാരണം എല്ലാവരും സംസാരിക്കാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നമ്മൾ ശ്രമിച്ചാൽ നമ്മളെല്ലാവരും സംസാരിക്കും. ഇവിടെ ഗ്രാമറോ വെക്കാബുലറി ഒന്നും നമ്മൾ തലയിലേക്ക് വെക്കേണ്ട. നമ്മൾ ആ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം ഇംഗ്ലീഷിൽ. അതിന് ആക്ച്വലി നമുക്ക് കുറേ ആക്ടിവിറ്റീസ് വേണം ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോപ്പർ ആക്കാൻ. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പേഴ്സണലി പറയണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പേഴ്സണലി റിക്വസ്റ്റ് വന്നു. അവർക്ക് താല്പര്യമുണ്ട് ഇംഗ്ലീഷ് പറയാൻ, പക്ഷെ ദേ നീഡ് ടൈം. സോ ആ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ചെയ്താൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പറയും. ചിലർക്ക് ഇംഗ്ലീഷ് നല്ല രസമായിട്ട് പറയാൻ, നല്ല സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നവരിവിടെ ഉണ്ട്. അപ്പോൾ അവർ മുൻകൈ എടുത്ത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അതുപോലെ സിമ്പിളായിട്ട് പറയാൻ പറ്റാത്തവർക്ക് സിമ്പിളായിട്ട് അത് വളരെ സിമ്പിളായിട്ട് മാറും. അതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് തിരിച്ചതുപോലെ ആ ഏരിയ വരുമ്പോഴേക്കും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഒരു ടോപ്പിക്കോ മോഡ്യൂളിലെ ടോപ്പിക്സോ ഒന്നും അല്ല എടുക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷിന്റെ ആ ഒരു നമ്മളുടെ ബ്ലോക്കിംഗ് ഉണ്ടാവും, നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, കൺസെപ്റ്റും എല്ലാ ഐഡിയ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കത് സെന്റൻസുകളിലോ വേർഡ്സിലോ ആക്കി പറയാനായിട്ട് ബുദ്ധിമുട്ടും. സോ അതൊന്നും മാറ്റാൻ ചെറിയ സിമ്പിൾ ആക്ടിവിറ്റീസ് നമുക്കിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബ്ലോക്കിംഗ് മാറും. യെസ്റ്റർഡേ ഫസ്റ്റ് ബാച്ചിനായി ചെയ്തു, അവർ ഭയങ്കര ഹാപ്പിയായി. നമുക്കത് ശരിയാകും. പിന്നെ അവർക്ക് കൊടുത്തിരുന്ന ഒരു സജഷൻ ആയിരുന്നു, ഫുൾ 1 hour ഇംഗ്ലീഷ് പറയാതെ മിക്സഡ് ലാംഗ്വേജ്. അതും ഓക്കെ ആണെന്ന് ഇവിടെ പലരും എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ്ഡ് ആയിട്ട് പറയാം. പക്ഷെ നമ്മളൊന്ന് മാക്സിമം ട്രൈ ചെയ്യണം. മിക്സ്ഡ് ആയിട്ട് പറയുന്നതിൽ മലയാളത്തേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പറയാനായിട്ട് നോക്കണം. നമുക്ക് ചില കോമൺ വേർഡ്സ് ഒക്കെ മലയാളം പറയാം, ലൈക്ക് അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അമ്മാവൻ, അങ്ങനെ ലൈക്ക് നമ്മൾ ചില ഇതൊക്കെ യൂസ് ചെയ്യില്ലേ, അതൊക്കെ നമുക്ക് ഈ പറയുന്നത് പറയാം. പിന്നെ ഏതെങ്കിലും വേർഡിന്റെ ഇംഗ്ലീഷ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചോദിക്കാം പരസ്പരം. അപ്പൊ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ആകും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ ഓക്കെ, ഞാൻ
ജസ്റ്റ് മെസ്സേജ് വരുന്നതെന്ന് നോക്കിക്കോട്ടെ. ഈ മൊബൈലിന്റെ മെസ്സേജ് പെട്ടെന്ന് നോക്കാൻ പറ്റുന്നില്ല സിസ്റ്റം, അതുകൊണ്ടാണ് ഓൺ ചെയ്ത് വെച്ചത്. ബ്രേക്ക് ആകുന്നു, ഞാൻ പറയുന്നത് കട്ടാവുന്നു. നോക്കിയ കേൾക്കുന്നുണ്ട്, ചിലർ കേൾക്കുന്നുണ്ട്. നോക്കിയത് ഓക്കെ. ഈ ഒരു ഇഷ്യൂ വന്നത് ലാപ്ടോപ്പ് ഓക്കെ ആയിരുന്നു, പക്ഷെ ലാപ്ടോപ്പിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു. അത് കാരണം ഞാൻ മൊബൈലിൽ നിന്ന് കയറിയതാണേ. റിസപ്ഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. ഇപ്പം ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ മൊബൈൽ ഒന്ന് പൊസിഷൻ മാറ്റി. യെസ് മാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ആക്ടിവിറ്റി പറയാം. കാരണം ഇനി എനിക്ക് പ്രത്യേകിച്ച് റോളില്ല, ആക്ടിവിറ്റി നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നമ്മുടെ റെക്കോർഡ് എഴുതിയപ്പോൾ പസിൽസ് ചെയ്തു. വി ഹാഡ് ഡൺ മെനി ടൈപ്പ് ഓഫ് പസിൽസ് അല്ലേ? നിങ്ങൾ പസിൽസ് ഒക്കെ എഴുതി. അപ്പോൾ ഞാനൊരു പസിൽ പെയർ പ്രാക്ടീസാണ് ചെയ്യിക്കാൻ പോകുന്നത്. We are going to do sound puzzles. എന്താ sound puzzles? What is meant by sound puzzles? എന്താ sound puzzles കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെയർ പ്രാക്ടീസാ. 2 പേര് അതിന് റെഡി ആയിട്ടിരിക്കണം. എ ആൻഡ് ബി. എ ആരുമാകാം, ബിയും ആരുമാകാം. ആരാ റെഡി ആയിട്ട് വരുന്നത്? ആക്ടിവിറ്റി എന്താന്ന് അറിഞ്ഞാലേ വരുള്ളൂ. Okay, this is a sound puzzle. 2 people, you have to imagine like 2 people are sitting face to face. മുഖത്തോട് മുഖം നോക്കി ഇരിക്കുവാന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. നമുക്കിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കാൻ പറ്റില്ല. ബട്ട് അസ്യൂം ദാറ്റ് യു പീപ്പിൾ ആർ എ ആൻഡ് ബി ആർ സിറ്റിംഗ് ഫേസ് ടു ഫേസ്. മുഖത്തോട് മുഖം നോക്കി എ ബി എന്ന് 2 പേര് ഇരിക്കുവാണ്. എ മേക്സ് എ സൗണ്ട് ഓഫ് എനി ബേർഡ് ഓർ അനിമൽ. എ എന്ന് പറയുന്ന ആള് ഒരു ബേർഡിന്റെയോ അനിമലിന്റെയോ സൗണ്ട് ഉണ്ടാക്കും. എ മേക്സ് എ സൗണ്ട് ഓഫ് എനി ബേർഡ് ഓർ അനിമൽ. ബി എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ബി ഡു? ഐഡന്റിഫൈ. യെസ്, ഐഡന്റിഫൈ ദാറ്റ് സൗണ്ട് ആൻഡ് ടെൽ ദ നെയിം ഓഫ് ദാറ്റ് ബേർഡ്, animal, or whatever it be. Okay, next turn is B will make a sound and A has to identify. Clear ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആകാതെ ഉണ്ടോ? ക്ലിയർ ആണ്. Okay, so we will start. Who will be A and B? Who are going to take the chance? Ma'am, Fiji. No, right. Okay, Siji. And the second one is? രണ്ടാമത് ആരാ പറഞ്ഞേ? Ma'am, I am also ready. Okay, Sujata. Right? Sujata. Yes, Okay. ma'am. So Siji and Sujata, you people decide who will make the sound first. Okay. ആരാദ്യം സൗണ്ട് ഉണ്ടാക്കുന്നുള്ളത് തമ്മിലൊന്ന് ഡിസൈഡ് ചെയ്യും. Okay, let me make the sound first. Okay. Sujata will make the sound first and Siji will identify. And then turn will change. Okay. Okay. That's the rule. Okay. Okay, Siji, Okay. are you ready? Yeah. Okay. It's cat. Yes. Boo boo. Yeah, Bo, it's a bo. dog. Okay. It's a cuckoo. No. Come again. Cuckoo. Okay, it's a rooster. Yes. Okay then. Moo. Moo. It's an owl. No. Is it? No. Moo. It's can you make any other sound? okay.
കാ കാ. Yes, it's a crow. But I can't identify the first one. That's a cow. Okay, sorry. Okay, fine. Anyone wish to play the same thing, that sound puzzle? വേറെ ആർക്കെങ്കിലും ഈ സൗണ്ട് പസിൽസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? Please come forward. No problem. Only we are here. There is privacy in my home. Just make sure you have privacy in your home. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചമലൊക്കെ തോന്നുവാണെങ്കിൽ പ്രൈവസി ഉള്ള ഒരു കോർണറൊക്കെ കണ്ടുപിടിക്കുക. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല, ആരും വന്ന് ഒളിഞ്ഞു നോക്കുകയൊന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് ഫെമിലിയർ ബേർഡ്സും ഫെമിലിയർ അനിമൽസും കഴിഞ്ഞു. എന്നാലും എനിവൺ എൽസ്? I am okay. Who was that? ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല മാം. You can repeat, but make the sound more clearly, because that cow sound, no? ആരാ കൗ സൗണ്ട് ഉണ്ടാക്കിയത്? ആരായിരുന്നു? സുജാതയാണ്. സിജി ആയിരുന്നു. എനിക്കത് മനസ്സിലായി, കാരണം വെച്ചാൽ യെസ്റ്റർഡേ ക്ലാസ് ഞാൻ അത് കേട്ടതാ. പക്ഷെ കുറച്ചുകൂടി ഒന്ന് കൗ സൗണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു ചെറുതായി പോയി. അങ്ങനെ ഒന്ന് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് പിന്നെ ഞാൻ ഡൊമസ്റ്റിക് നമ്മുടെ നാട്ടിലെ ഡൊമസ്റ്റിക് ആനിമൽസിന്റെ സൗണ്ട് അങ്ങനെയാണ്. പക്ഷെ ശരിക്കുള്ള പശു കരയുന്ന പോലെ കരഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിരിയാവും. അത് ശരിയാ. അല്ല, ഇനി വേണമെങ്കിൽ നമുക്ക് വൈൽഡ് അനിമൽസ് ഒക്കെ ട്രൈ ചെയ്യാം. അടുത്ത പെയർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. മാം റൈംസിലൊക്കെ എത്ര പേര് വന്നു? 3 പേര് വന്നു. ആരൊക്കെയായിരുന്നു? സജന പറഞ്ഞിരുന്നോ? ജിഷയും പറഞ്ഞു അല്ലെ? ഐശ്വര്യം പറഞ്ഞിരുന്നു തോന്നുന്നു. അല്ല മാം, ഞാൻ പറഞ്ഞത് റൈംസിലൊക്കെ മൂമു സേസ് ദ കൗ അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈംസ് ആ ടോണിന് വേണ്ടിയിട്ട് ഒന്ന് ഇംപ്രൊവൈസ് ചെയ്യും. ശരിയല്ലേ? ആ ടോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് ഇംപ്രൊവൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ 3 പേര് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിഷ, സജന, പിന്നെ ഐശ്വര്യം പറഞ്ഞിരുന്നോ? ഐശ്വര്യ ഓക്കെ, ഐശ്വര്യ ഒന്നും പറയുന്നില്ല. സോ സജന ആൻഡ് ജിഷ, യു ക്യാൻ ട്രൈ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വാക്ക്. ഓക്കെ. കുയിൽ. ഓക്കെ. That is a goat. Okay. Crow. Yeah. That is a crow. Okay. Ka. Crow. എനിക്ക് കിട്ടുന്നില്ല അനിമൽസിനിപ്പം സൗണ്ട്. കിട്ടില്ലേ? കിട്ടുന്നില്ല. ഇവിടെ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ അതിന്റെ ആൻസർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഈ ആക്ടിവിറ്റി നിങ്ങൾ വീട്ടില് നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് ടോക്ക് ടു മൈസെൽഫ് ആകാം. നമ്മളോട് തന്നെ നമുക്ക് സംസാരിക്കാം പല കാര്യങ്ങളെക്കുറിച്ചും. ലൈക്ക് അന്ന് നമ്മൾ എന്താണ് കുക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് എന്താണ്. ഇത് മിററിൽ നോക്കി സംസാരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ബാച്ചിലെ ഒരു ആളുടെ സജഷനായിരുന്നു മിററിൽ നോക്കി സംസാരിക്കാന്ന്. ആക്ച്വലി ആ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മോനുണ്ട് അത്ര വീട്ടില്. മോൻ എന്തെങ്കിലും പഠിക്കാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനത് പഠിച്ചാൽ മാത്രം പോരാ, അവനത് ആരെയെങ്കിലും പറഞ്ഞു കേൾപ്പിക്കണം.
അപ്പൊ അമ്മ ചിലപ്പോൾ നല്ല തിരക്ക്, കുക്കിംഗ് അങ്ങനെയൊക്കെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പൊ ഇവൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് മിററിൽ നോക്കി അങ്ങ് പറയും. സോ അവൻ ഭയങ്കര യെസ്, ശില്പ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. കാരണം ഒരാൾ കാണുന്നുണ്ട്, അവന്റെ ഇമേജ് തന്നെയാണ് അതിന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഒരാൾ കേൾക്കണം എന്നൊരു ഇത് ഉള്ളത് നമ്മളെല്ലാവരിലും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിററിൽ നോക്കി നമ്മളുടെ ഫാമിലി ഡീറ്റെയിൽസ് പറയാം, നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ച് പറയാം, ജോബ് പറയാം, നമ്മളുടെ അംബീഷൻ, നമ്മളുടെ ഗോള്, അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ സിമ്പിൾ വേർഡ്സ് ആയിട്ട് ഒന്ന് പറയാനായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണിത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മളുടെ വീട്ടിലോ നമ്മളുടെ ചുറ്റുപാടോ ഉണ്ടെങ്കിൽ ടോക്ക് ടു ദം ഇൻ ഇംഗ്ലീഷ്. അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അവർ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും. അത് മാത്രമല്ല, അവർ ഒരു കാരണവശാലും നമ്മളെ കളിയാക്കില്ല. നമ്മൾ കുറച്ച് എൽഡർ ആയിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിരിക്കാം, നമ്മളെ കളിയാക്കാം. പക്ഷെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ, നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിക്കാനും പറ്റും. കുട്ടികളുടെ സപ്പോർട്ട് വളരെ നല്ലതായിരിക്കും. അവരുടെ ലാംഗ്വേജും വളരെ സിമ്പിൾ ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്യാം, ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ മോണ്ടിസോറി ചെയ്യുന്ന സമയത്ത് എൻ്റെ മോളോട് സംസാരിക്കുമായിരുന്നു. ആ സമയത്ത് അവള് 7 ഇയേഴ്സോ അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു ടോക്ക് വിത്ത് മൈ കിഡ്സ് ഇൻ ഇംഗ്ലീഷ്. ദേ ആർ ഓൾസോ ഇംപ്രൂവിങ്. അപ്പം നമ്മളെല്ലാവരും ഇംപ്രൂവ്. നമ്മൾ വളരുക എന്ന് പറയുന്ന ഒരാളൊറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് വളരും. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ ടു. ഇപ്പം ജയശ്രീ പറഞ്ഞിട്ടുണ്ട്, ജയശ്രീ കുട്ടികളോട് എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ, ബ്രഷ് യുവർ ടീത്ത്ന്നോ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർന്നോ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പറയാം. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഡേ ബൈ ഡേ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സെന്റൻസുകളിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. പിന്നെ നമുക്ക് പതുക്കെ പുതിയ സെന്റൻസസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ട്രൈ ടു ടോക്ക് ടു കിഡ്സ് ബിലോ 10 ഇയേഴ്സ്. ചിലരുടെ വീട്ടിലുണ്ടാവും. ഓക്കെ സിജി അത് പറഞ്ഞിട്ടുണ്ട് ചെറുതായിരുന്ന സമയത്ത്. അപ്പൊ അവരും നല്ലപോലെ സംസാരിക്കും. അവർക്ക് ആ സമയത്തെ വിശേഷങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇംഗ്ലീഷിലും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മളും ഇമ്പ്രൂവ് ചെയ്യും, നമുക്കും അത് പറ്റും. ഓക്കെ, അതൊന്ന് ചെയ്യാം. മൈ ടോക്ക് ടു മൈസെൽഫ്, അത് കണ്ണടച്ച് മിററിന്റെ മുമ്പിലൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ തന്നെ അതിന് ആൻസർ ചെയ്യുക. എല്ലാം ഒരു ഇമാജിനറി ആയിട്ട് നമ്മൾ വിചാരിച്ച് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വേർഡ് പവർ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഇവിടെ നിങ്ങൾക്ക് 2 പേര് വേണം. ഇതുപോലെ തന്നെ പെയർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ചില സിറ്റുവേഷൻസ് തരും, അത് ചില പ്ലേസസ് ആയിരിക്കും. അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ്, ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ട്രെയിനിന് പോകണം. ഓക്കെ, നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുവാന്ന് വിചാരിച്ചു. സോ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്തുള്ളത്, എനിക്ക് പാലക്കാട് പോകണം. പാലക്കാടേക്കുള്ള ട്രെയിൻ ഏതാണ്, അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് തരും. സോ ട്രെയിൻ എത്ര മണിക്ക് വരും, എത്ര മണിക്ക് വരുമെന്ന് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. സോ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുന്നു. ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് കമ്പാർട്ട്മെന്റിൽ എനിക്ക് കയറാൻ പറ്റും, അപ്പോൾ ആ കമ്പാർട്ട്മെന്റ് പറഞ്ഞു വരുന്നു. ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ഓക്കെ, എന്നിട്ട് തിരിച്ച് അന്ന് തന്നെ പാലക്കാട് നിന്ന് വരുവാന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ച് റിട്ടേൺ എനിക്ക് എത്ര ടൈമിൽ കിട്ടുമോ, അതൊക്കെ അവരോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് സിറ്റുവേഷൻ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ കൗണ്ടർ. ഓക്കെ, അപ്പം 2 പേര് റെഡി ആവുക. ഒരാള് പാസഞ്ചറാണ്, മറ്റേ ആള് കൗണ്ടറിൽ ഇരിക്കുന്ന എംപ്ലോയി, സ്റ്റാഫ്. ഓക്കെ, ആ രീതിയിൽ എനി 2 ആരാ ഉള്ളത്, ജസ്റ്റ് ആ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് സംസാരിക്കും. നമ്മൾ എന്ത് സാധനവും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കും. Try to use. I'm okay. Yes, ഐശ്വര്യ. Then who? ഐശ്വര്യ, പിന്നെ ആരാ? ശില്പ മാം. ശില്പ. ശില്പ ഉണ്ട് ഐശ്വര്യ. ഹൂ ഈസ് പാസഞ്ചർ, ഹൂ ഈസ് സ്റ്റാഫ്?
ഞാൻ പാസഞ്ചർ ആകും. That means Shilpa is passenger and Aishwarya is the staff in the counter. Okay. Okay. ശില്പയാണ് പാസഞ്ചർ, ഐശ്വര്യ കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫ്. ഓക്കെ അല്ലേ? എല്ലാവരും Okay, ma'am. ഓക്കെ ആണല്ലോ? ഓക്കെ. Ma'am, could you please tell me the next train time? From where to where? Palakkad Can to I? Palakkad to Kottayam. Kottayam. Okay. It's 9:30, and it's Kochuveli Express. Okay. Okay, ma'am. I want a sleeper coach. Okay, you can book the. Tell me your name. Shilpa. Okay, age. 28. Okay, it's 70 rupees. 70 rupees. Okay, ma'am. Let's take it. ഓക്കെ, കഴിഞ്ഞു. Are you anything to us? Hello. Anything to us? No. Which compartment, ma'am? It's second compartment. And seat number and everything is noted in ticket. Okay. Okay, ma'am. How to go to the compartment? You should stand in second platform. Okay, ma'am. Thank you. Okay, you're welcome. Happy journey. Thank you so much. ദാറ്റ് വാസ് എ നൈസ് സ്റ്റാഫ് ഇൻ ദ കൗണ്ടർ. ഹാപ്പി ജേണി ഒക്കെ പറയുന്നത് നല്ലൊരു സ്റ്റാഫ് അല്ലേ? ഓക്കെ, ഫൈനാൻഷ്യൽ ഇപ്പൊ ഭയങ്കര ക്യൂട്ടായിട്ട്. ആക്ച്വലി ട്രെയിനിനെ കുറിച്ച് ചിലപ്പോൾ ആ ട്രെയിൻ അതൊക്കെ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അവിടെ ഒരു സെന്റൻസ് മേക്കിംഗ് അതേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ അറിയില്ല ആ ടൈം ആ ട്രെയിൻ ഉണ്ടോ, പിന്നെ കൊച്ചുവേളി എക്സ്പ്രസ് അങ്ങനെ പോണതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഫൈൻ. എനിവേ അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ ഒന്ന് കറക്റ്റ് ആവണം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ ഇറ്റ് ഈസ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ മാം സിലബസിൽ ഇല്ലാത്ത സാധനം എന്തിനാ പഠിപ്പിക്കുന്നേ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ഒരിക്കലും ഇല്ല മാം. ഞങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് No, വേണ്ടിയാണ്. ma'am. ഓക്കെ. ഞങ്ങൾ ആക്ച്വലി ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു ഇംഗ്ലീഷ് മിസ്സിനോട് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പൊ ഗ്രാമർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഇതുപോലെ ആക്ടിവിറ്റീസ് തരികയാണെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും കമ്മിങ് ക്ലാസ്സസിൽ കുറച്ച് ടൈമെങ്കിലും ഇത് ചെയ്യിക്കും. എനിക്ക് മനസ്സിലായ കമ്മ്യൂണിക്കേറ്റ് എനിക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചങ്ങ് പോകാം. പക്ഷെ ഇതല്ല. ആക്ച്വലി മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. വി ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, വി have to cook sometimes, we have to dance, we have to sing song, we have to play any action like action games or action rhymes or any role play. Mime also we have to. ഈ ഒരു ലിമിറ്റേഷനിൽ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴേക്കും ചെയ്യുന്ന രീതിയിലാക്കുക എന്നതാണ് എൻ്റെ ഒരു അഹങ്കാരം എന്നുകൂടി പറയാം. എനിവേ, നെക്സ്റ്റ് സിറ്റുവേഷൻ എളുപ്പമായിരിക്കും. ഫ്രൂട്ട് സ്റ്റോളിലാണ്. ഫ്രൂട്ട് സെല്ലറുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഒരാൾ വരും. someone who is coming to buy fruits and one is selling fruits. എളുപ്പമായിരിക്കും. നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നതല്ലേ. അതിൻ്റെ റേറ്റിനെ കുറിച്ചൊന്നും ബോദർ ചെയ്യണ്ട. അത് കറക്റ്റോ ആവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അത് എന്തൊക്കെ നമ്മളൊരു ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഫ്രൂട്ട് സെല്ലർ മാക്സിമം ഇപ്പം നമ്മൾ വാങ്ങാൻ പോകുന്നത് ബനാന ആയിരിക്കും, പക്ഷെ അയാൾ നമ്മളെ കൊണ്ട് ആപ്പിൾ, ഓറഞ്ച്, പേരക്ക എല്ലാം നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ കഴിവ് വേണം ഫ്രൂട്ട് സെല്ലർക്ക്. സോ ലൈക്ക് ദാറ്റ് ആ രീതിയിൽ ആ കോൺവെർസേഷൻ ഒന്ന് പോവുകയാണെങ്കിൽ, അല്ലാണ്ട് ചെന്ന് എനിക്ക് ബനാന വേണം, ബനാന വാങ്ങിച്ചു, നിങ്ങൾ കോൺവെർസേഷൻ എൻഡ് ചെയ്യാന്നുള്ളതല്ല. മേക്ക് സംതിങ് മോർ. ഓക്കെ, അതിനകത്ത് കൂടുതൽ കോൺവെർസേഷൻ വരുന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആരാ ഫ്രൂട്ട് സെല്ലർ ആൻഡ് ഹൂ ഈസ് ദ കസ്റ്റമർ?
ഞാൻ കസ്റ്റമർ ആയിക്കോട്ടെ. എന്താ മാം? രമ്യല്ലേ? രമ്യല്ലേ? എന്റെ പേര് രമ്യ. രമ്യ. രമ്യ കസ്റ്റമർ. ഫ്രൂട്ട്സ് എല്ലാം മന്ത്ലി റെഡിയാണ്. ഫ്രൂട്ട്സ് എല്ലാം റൈറ്റ്. ഓക്കെ, സൂര്യ റേറ്റ് ചെയ്തു. സൂര്യ റെഡിയാണ്. ഫ്രൂട്ട്സ് എല്ലാം റൈറ്റ്. ഈ റെഡിയാണോന്നും ചോദിക്കരുത്, പിടിച്ചെന്ന് ഇരുത്ത. അതാണ് ശരിക്കും വേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു കോളേജിൽ. രമ്യ, നമുക്ക് രമ്യ റെഡി ആയിട്ടുണ്ട്. രമ്യക്ക് ഒരു പേര് വേണം. രമ്യ കസ്റ്റമർ എന്നല്ലേ പറഞ്ഞു? ആരെങ്കിലും സ്മിതയാണോ? നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. മാം സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഓക്കെ. Hello, I want a kilo, 1 kg banana. What's the rate of it? The rate of banana is 60 rupees 1 kilogram. Okay, please take it. And I want a melon also, watermelon, and please say the cost of it also. എത്ര കിലോഗ്രാം? മാം പ്ലീസ് ഹെൽപ്പ് മീ. എത്ര കിലോഗ്രാം? കിലോ സ്മിത എന്ന് പറഞ്ഞ മനസ്സിലായി. എത്ര കിലോഗ്രാം? I want 2 kg of watermelon. Okay, and please say its cost also. Per kg Okay, rate okay. The watermelon rate is 1 kilogram is 30 rupees. Okay. This high. And what about this? Around 3 kilogram. And what about this pomegranate? How is it? The rate of pomegranate is 120 rupees. Okay. And what about this pears? How it is looking fresh, and I want 2 kgs. Yes. Please wait. Very fresh fruit. Today Okay. is. I want 2 kg. I want 2 kg of pears. So please wait, and now tell me the total cost of these fruits also. It is 600 rupees also. Oh, thank you. Here are the rupees, and please give me the balance also. It is 300 rupees balance also. Oh, thank you. Your shop is very nice. I will come on alternative days. Okay, it's such a nice ambience also. Thank you, and you are a good seller, fruit seller. Very friendly and very nice. Okay, come with my shop Thank next you. and me. Thank you. Thank you. On all alternative days, I will come to purchase fresh fruits. Okay, thank you. Other people, please visit my shop. Other people, please call me and visit my shop. Thank you. ഗുഡ് കസ്റ്റമർ, നോ ബാർഗെയിനിങ്. ഒന്നും ബാർഗെയിൻ ചെയ്യുന്നില്ല. ആൻഡ് അപ്രീഷിയേറ്റ് എന്റെ മാം ഒരു വഴിയില്ല.
മൈൻഡ് ആണ് ഇങ്ങനെ പോയാൽ കസ്റ്റമർ കോംപ്ലിമെന്റ് കിട്ടിയപ്പോ ഒരു എന്താ പറയാ ഒരു പേരയ്ക്ക ഒരു കൊടുക്കാമായിരുന്നു. ഇത്രയും ഒരു അപ്രൈസ് കിട്ടിയപ്പോ പേരയ്ക്ക് മാത്രല്ല കട മുഴുവൻ ഞാൻ കൊടുത്തു. പക്ഷേ അത് എനിക്ക് കൊടുത്തില്ലേ ഉള്ളൂ. കട മുഴുവൻ ഞാൻ ടീച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുക. ഇനി ബാക്കി കച്ചവടം തീരെ കുറച്ചുകൂടെ വേണേ സംസാരിക്കാൻ മാം ഞങ്ങളുടെ സംസാരം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? കോമഡി ആയിരുന്നില്ലേ? നമ്മളിത് എൻജോയ് ചെയ്യണം. നമ്മളത് എൻജോയ് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എൻജോയ്മെന്റ് ഇൻ എവരിത്തിങ്. എന്തിനും ഒരു എൻജോയ്മെന്റ് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് സിറ്റുവേഷൻ. ഇതിപ്പോ ഫ്രൂട്ട്സ് ആയിരുന്നില്ലേ. നെക്സ്റ്റ് നമ്മളൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഫ്രൂട്ട്സ്. പിന്നെ വൺസ് ഇൻ എ വൈലൊക്കെയാണ് പോകുന്നത്. കാരണം സീസണൽ ഫ്രൂട്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നത് അല്ലേ. ആ ഒരു സീസണിൽ നമ്മൾ സീസൺ അല്ലാത്ത സമയത്ത് വാങ്ങുന്നതിനേക്കാളും സീസൺ സമയത്ത് വാങ്ങുമ്പോൾ നല്ലത് കിട്ടുകയും ചെയ്യും, റേറ്റും കുറവാണ്, നമുക്കതറിയാം. നെക്സ്റ്റ് വൺ, ഇൻ എ വെജിറ്റബിൾ മാർക്കറ്റ്. വൺസ് ഇൻ എ വീക്ക് നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും വെജിറ്റബിൾ മാർക്കറ്റിൽ. ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ കാര്യം ഉണ്ടാവും അല്ലേ. സോ ഹൂ ഈസ് ദ വെജിറ്റബിൾ സെല്ലർ ആൻഡ് ഹൂ ഈസ് കസ്റ്റമർ? ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ബാച്ചിൽ ഒരാൾ ചാടി ഞാൻ വെജിറ്റബിൾ സെല്ലർ ആകാന്ന് പറഞ്ഞു. കാരണം ഹസ്ബൻഡിന്റെ വെജിറ്റബിൾ മാർക്കറ്റാണ്, വെജിറ്റബിളിന്റെ ഷോപ്പാണ്. നല്ല രസമായിട്ട് പറഞ്ഞു ആള്. അറിയാമോ, എല്ലാത്തിൻ്റെയും റേറ്റും അറിയാം, എങ്ങനെ അത് സെല്ല് ചെയ്യണം അതൊക്കെ അറിയാം. സോ നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് വെജിറ്റബിൾ മാർക്കറ്റ്. ടുഡേ ഞാൻ സെല്ലർ ആവാം. വിനീത. ഓക്കെ, സെല്ലർ ആവാന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ആരാണുള്ളത്? ആക്ടിവിറ്റി ആയിട്ട് ആരും? ഞാൻ കസ്റ്റമർ ആകാം. ലിസ്റ്റിലേക്ക് വിളിക്കണ്ടല്ലോ, നിങ്ങളായിട്ട് താല്പര്യപ്പെട്ട ഫ്രണ്ടിലേക്ക് വരും. അതെ മാം. Hello. Hi, madam. I want some vegetables. Hello. Hello, ma'am. Ma'am, I want some vegetables. Carrot. How much the amount of carrot? Ma'am, carrot 1 kg, 60 rupees, ma'am. Okay. Please take 1 kg. Okay. Carrot. Okay. Next, some onion. Onion. How much the rate? Ma'am, onion 1 kg per 40, but its offer price is 5 kg is 100 rupees. Okay, please take it. Then please take How many? onion 1.5 kg. Okay. Okay, then I have some beans. Is it good or no? Ma'am, it's a very good beans. It's coming from yesterday coming from. How many beans taken, ma'am? Half kg. Half kg. 30 rupees, ma'am. Sorry? 30 rupees, half kg, 30 rupees. It's no problem. Please take it. Okay. Okay. Are you rest today? You have. What, ma'am? Today you have rush in shop. Hello, ma'am.
ഇപ്പം വിളിക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് 1 മിനിറ്റ്. ഹലോ. Hello. continue. Can you hear me? Okay, I hear. Tell me. Okay, total how much amount? The total is 1 minute. Sorry. 1 minute. Total Okay. 240, ma'am. Okay. Okay, please take it. That's okay. Anyone else, ma'am? Anyone else, ma'am? No. Do you No, ma'am. want green chili? Okay. I forgot it. Please take it. 100 gram. Okay, yeah. Okay. Please Okay. take it, ma'am. Okay, thank you, ma'am. Please again coming to stop. Okay, please. Surely. Okay, thank you. Okay, that was nice. നമ്മൾക്കിപ്പോൾ 4 items ഒക്കെ വാങ്ങാനായിട്ടുണ്ട്. പക്ഷേ വെജിറ്റബിൾ സെല്ലർ ഇത് വേണോ, ഇത് വേണ്ടി വരില്ലേ, അത് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കൊണ്ട് ചിലപ്പോൾ എട്ടെണ്ണവും വാങ്ങിപ്പിക്കും. ആ രീതിയിൽ പറയാം. പിന്നെ ലാസ്റ്റ് കസ്റ്റമർ ക്യാൻ ആസ്ക് ലൈക്ക് ഐ നീഡ് ലൈക്ക് ദാറ്റ് leafy vegetables like that, like you can ask last time, why I forgot to buy that. Okay, anything you can add, like, okay. Next one is situation is in a restaurant. There is waiter or waitress, whoever it is, and you are going to have something from the restaurant. റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ ചെയറിലിരിക്കുന്നു, വെയിറ്റർ വരുന്നു, വന്നിട്ട് മെനു തരാം, അല്ലെങ്കിൽ നമ്മൾക്ക് ചോദിക്കാം എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്. സോ ദ വെയിറ്റർ ക്യാൻ ആസ്ക് ലൈക്ക് വെജ് ഓർ നോൺ വെജ്, നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് പറയാം. അങ്ങനെ ഓക്കെ ലൈക്ക് നമുക്ക് ഒരു കോൺവെർസേഷൻ അതിൽ കൂടുതലാകുന്ന രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി വെയിറ്ററും കസ്റ്റമറുമായിട്ട് സംസാരിക്കാം. അതിന് ആരാ റെഡി ആയിട്ടുള്ളത്? ലൈക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് അവരൊന്ന് ഫോർവേഡ് ആയിട്ട് വരണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ആണെന്നുള്ളത്. ഞാനിപ്പോൾ പേരൊക്കെ നോക്കിയിട്ട് എനിക്കങ്ങനെ മനസ്സിലാവണില്ല. അപ്പം അതൊന്ന് ആയിട്ടൊന്ന് നിങ്ങളായിട്ട് തന്നെ 2 പേരെ ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. പേരൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. വീട്ടിൽ ചെയ്യാട്ടോ. സെയിം ആക്ടിവിറ്റി ക്യാൻ പ്രാക്ടീസ്ഡ് ഇൻ യുവർ ഹോം വിത്ത് യുവർ കിഡ്സ്, വിത്ത് യുവർ പാർട്ട്ണർ, എനിവൺ എൽസ്. നോ പ്രോബ്ലം. കുറെ പേരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ പേര് പറയണോ? പ്ലീസ് ആരെങ്കിലും. ആരും വരുന്നില്ലല്ലോ. ആക്ച്വൽ ക്ലാസ്സിൽ എല്ലാവരും ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്ക് ഈ 1 hourൽ ഇപ്പൊ 60 പേരും 59 അത്രയും പേരൊക്കെ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. സോ Ma'am, I will be the waiter. ഷുവർ ജയശ്രീ. Okay, I need a customer. You wish to be waiter or customer? Yes, I will be the waiter. You will be the waiter. So who will be the customer? You have got a good waiter there. She is waiting. And who will be the customer? നല്ലൊരു വെയിറ്ററോടെ വെയിട്രസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമർ Ma'am, I am ആയിട്ടാണ് ready. Ma'am, ഫസ്ന. I'm ready. Yes, ma'am. Okay. Restaurant Okay. is yours. Uh, You can have food. Okay, I want dinner. okay, ma'am. Would you like to have what type of dinner, ma'am? You have any menu chart? Okay.
there is chapati, roti, naan, like so side dishes, chicken roast, vegetable kurma. Which type of food are you prefer, ma'am? Veg or non-veg? Actually, I want non-veg food. More Okay, uh, okay. What light food. light food means chapati, Okay. chapati, chicken roast or chicken fry. I prefer the chicken curry. Okay, ma'am. Chicken curry. What Chettinad chicken, Malabar chicken. What in this which one do you prefer, ma'am? Oh, Chettinad chicken. Okay, ma'am. How much? How many chapatis do you want, ma'am? In one set, it will be like three chapatis and one curry you need or one more curry. 2 chapatis and 1 curry. Ma'am, no. There is for a set there will be three chapatis. Okay, So okay. you'll have you can have Okay, three then chapatis I and one want curry. 1 set chapati. Oh, okay. Do you want any more? Something like to have? Would you I like to have want to something to drink. drink? Okay. Chaya. Okay. With without or sugar? Without sugar. Okay, okay, ma'am. Thank you. Okay, it will be ready within 15 minutes. Okay, I'm wait. Okay, thank you. Okay, okay, ma'am, your food is ready, ma'am. Have your food. Okay, thank you. How was the food, ma'am? Oh, so nice. Very tasty. You have any special item here? Your chicken peri peri is there. Actually, we have a unlimited offer for biryani, but you opt for chapati. Okay, You I will want to? dine biryani, but it's a dinner time. I prefer Okay, only the sorry. light. Okay, okay, ma'am. Okay, thank you, ma'am. Thank you for your cooperation. Please come Oh, again. okay, sure. Thank you. Okay, thank you, ma'am. That was a sweet conversation and sweet waitress and sweet customer also. And Fasna is very much concerned about her health, right? ഡിന്നറിന് ലൈറ്റ് ഫുഡ് മതി എന്ന് പറഞ്ഞു. സോ ഫസ്ന ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആളാണ്. ആൻഡ് യു കുഡ് ഹാവ് ഗീവ് ഹെർ ജയശ്രീ എ ടിപ്പ്, റൈറ്റ്? ടിപ്പ് കൊടുത്തില്ല. ഞാൻ കൊറേ ആലോചിച്ചു. കൊറേ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് വന്നപ്പോ ഒന്നും കിട്ടില്ല. ടിപ്പ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്ന യു കുഡ് ഹാവ് ഗിവൺ ഹെയർ ദ ടിപ്പ്. എനിവേ ദാറ്റ് അതെ, വാസ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ അതിലും ബ്ലോക്ക് ആയി പോയി. ചെറുതെന്ന് മതി എന്ന് പറഞ്ഞപ്പോ. no problem. Next one is a cinema theater. In a cinema theater, so that will be like the conversation will be less because only thing we are just doing in cinema theater is going to the counter and taking ticket or online. So I will give you the situation. In cinema theater, you met an old friend. Years after you are seeing your friend and you people will together going for the movie and you will be having popcorn or ice cream in between and you both are enjoying the movie. നിങ്ങളൊരു പഴയ ഫ്രണ്ടിനെ കാണുന്നു, ആക്സിഡൻ്റലി അവിടെ കാണുവാണ്, ഒറ്റയ്ക്കാണ് മൂക്കി പോകുന്നതെന്ന് വിചാരിക്കാം, ആക്സിഡൻ്റലി കാണുന്നു. സോ രണ്ടുപേരും കൂടെ ജോയിൻ ആവുന്നു, ഒരു മീറ്റപ്പ് പോലെ അവിടെ നടക്കുകയാണ്. സോ മൂവി എൻജോയ് ചെയ്യുന്നു, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ കഴിക്കുന്നു. ആരാ രണ്ടുപേര് വരുന്നത് ഫ്രണ്ട്സ്? അതോ ബോറടിച്ചു? ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് എടുത്തിരുന്നു. നമ്മുടെ ടൈം ആവുകയാണ്. കാര്യങ്ങൾ റെഡിയാണ് തിയേറ്റർ എന്നുള്ളതുണ്ടെങ്കിൽ പറയാം.
സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇൻ കൺവെൻഷണൽ മെത്തേഡ് ഹൗ ടീച്ചേഴ്സ് ആർ ടീച്ചിങ് ആൽഫബറ്റ്സ്. ടീച്ചേഴ്സ് ആൽഫബറ്റ്സ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ബോർഡിൽ എഴുതുന്നു, റിപ്പീറ്റഡ്ലി കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നു, അല്ലേ? നമുക്ക് മൂവബിൾ ആൽഫബറ്റ്സ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിക്ചറൊക്കെ കാണിച്ചിട്ട് അത് അതിന്റെ ഒരു ലെറ്റർ ക്ലിയർ ആക്കി കാണിച്ചു കൊടുക്കും. അപ്പൊ ഒരു എ ഫോർ ആപ്പിൾ എന്നുള്ള ആപ്പിളിന്റെ ചെറിയ ഒരു അങ്ങനെ ചെറിയൊരു പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ? അതേസമയം കുട്ടി മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ടെന്നായിരിക്കും. മൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ അടുത്ത് ഫിക്സ്ഡ് അല്ല. അപ്പൊ ബോർഡിൽ എഴുതി എന്ന് പറഞ്ഞാൽ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ, അല്ലെ? അതേസമയം അത് അവിടെ ഇങ്ങനെ കിടക്കുവാണ്, ലെറ്റേഴ്സ് എല്ലാം ഇങ്ങനെ അവിടെ കിടക്കുവാണെങ്കിൽ കുട്ടികൾ പോയി ആ ലെറ്റർ എടുക്കും. ഇങ്ങനെ അവർക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. കാണാമോ? ഇപ്പൊ കാണാമല്ലോ. യൂന്നുള്ള ലെറ്റർ ആണ്. ഈ യൂന്ന് എഴുതിയേക്കുന്നത് സാൻഡ് പേപ്പർ കൊണ്ടാണ്. സാൻഡ് പേപ്പർ അറിയാലോ? സാൻഡ് പേപ്പർ എന്ത് സാൻഡ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി? അതൊരു അരമുള്ളതായിരിക്കുമല്ലോ. One surface will be a rough one and the other surface is smooth one. മാം ചാർട്ട് പേപ്പർ അല്ലേ മാം? അല്ല, യൂന്നുള്ള ഭാഗം കണ്ടോ ബ്ലാക്ക് ആയിട്ട്? കണ്ടു മാം. ഇത് നമുക്ക് സാധാരണ ഈ പെയിന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് വാങ്ങിക്കുന്ന ടൈപ്പ് സ്മൂത്തൻ ആക്കാൻ, സർഫസ് സ്മൂത്തൻ ആക്കാനായിട്ട് സാൻഡ് പേപ്പർ വെച്ച് അവർ ഉരച്ച് എന്തെങ്കിലും ബൾജ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉരച്ച് സ്മൂത്ത് ആക്കും, അല്ലെ? ഈ സാൻഡ് പേപ്പറിന് നമ്പർ ആണുള്ളത്. 50, 80 എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉണ്ട്. ആ നമ്പറിനനുസരിച്ചായിരിക്കും അതിന്റെ റഫ്നെസ്. ഞാൻ അന്ന് ഏത് നമ്പറാ വാങ്ങിച്ചതെന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ സാൻഡ് പേപ്പർ ചോദിക്കുക, ഏത് നമ്പറാ ഉള്ളതെന്ന് ചോദിക്കുക. ഈ A4 പോലെ ഷീറ്റ് കണ്ട, അപ്പൊ അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. ഏത് റഫ്നെസ് ആണ് കുറച്ചുകൂടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടുന്നതെന്ന് നോക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ തരി പോലെ പൊങ്ങി നിൽക്കുന്നതിനേക്കാളും നല്ലത് അല്ലാത്ത ഒരു റഫ്നെസ് ഉള്ളതുണ്ടല്ലോ, അതാണ്. അപ്പൊ ഇത് ഈ യൂന്ന് ഈ ബ്ലാക്കിൽ നിങ്ങൾ കാണുന്നത് മാത്രമാണ് സാൻഡ് പേപ്പറിന്റെ പാർട്ട്. അത് ഞാൻ സാൻഡ് പേപ്പറിൽ ആ ലെറ്റർ കട്ട് ചെയ്തിട്ട് അതിനെ ഒരു ചാർട്ട് പേപ്പറിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതാണ് എന്നോട് ചാർട്ട് പേപ്പർ ആണോ എന്ന് ചോദിച്ചാലേ. പല കളർ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടികൾ ചാർട്ട് പേപ്പറിൽ പലതും ചെയ്തിട്ട് അതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കുമല്ലോ, ആ ബാക്ക് സൈഡ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ അതില് കാർഡ്ബോർഡ് പീസസ് ഒക്കെ വെക്കില്ലേ, ഡ്രസ്സ് ഇങ്ങനെ ചുളുങ്ങാതിരിക്കാൻ, അതൊക്കെ കളക്ട് ചെയ്തോളൂ. അങ്ങനെ മാക്സിമം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാത്ത രീതിയിൽ സാൻഡ് പേപ്പർ ഒക്കെ നമുക്ക് ചിലപ്പോൾ വാങ്ങേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് തന്നെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അല്ലെങ്കിൽ ഇത് വാങ്ങേണ്ടി വരും. അപ്പൊ കുട്ടികൾ ഇത് എടുക്കുമ്പോൾ അവർ ഈ യൂന്ന് എഴുതിയ ആ പോർഷൻ അതിൽ അവർക്ക് ഇങ്ങനെ തൊടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ആ റഫ്നെസ്, ലൈക്ക് ഇപ്പൊ ഞാൻ തന്നെ വിരൽ അതിൽ കൂടെ കൊണ്ടുപോയപ്പോ എനിക്ക് തന്നെ രണ്ടാമതും അത് ചെയ്യണം എന്നൊരു ഒരു സെൻസ് നമ്മുടെ ഉള്ളിൽ വരും. ടച്ച് എന്നുള്ള സെൻസ് അവർ യൂസ് ചെയ്യുക, ടച്ച് ചെയ്ത് അവർ ഫീൽ ചെയ്യുവാണ് ആ ലെറ്റർ. ഓക്കെ, അതുപോലെ എല്ലാ ആൽഫബറ്റ്സും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. ഇതാണ് മൂവബിൾ ആൽഫബറ്റ്സ്. ഇത് തന്നെ സ്മോൾ ലെറ്ററും ചെയ്യണം, ഇത് തന്നെ നമ്പേഴ്സും ചെയ്യണം. ഇപ്പൊ എന്നോട് ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടി ചോദിച്ചു നമ്പേഴ്സ് എത്ര വരെ ചെയ്യണം എന്ന് ചോദിച്ചു. 0 to വീഡിയോ എന്നെ കാണുന്നില്ലേ? ഓക്കെ, ഞാൻ എന്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാം, കാരണം അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോ വീഡിയോ ഓൺ ആണോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് വന്നു. ലാപ്ടോപ്പ് ഞാൻ ഓൺ ആക്കി വെച്ചത് മെസ്സേജ് വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, രണ്ടും കൂടെ മൊബൈലിൽ നിന്ന് പറ്റാത്തായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് നമ്പേഴ്സ്, അപ്പൊ നമ്പേഴ്സ് എത്ര വേണം എന്നോട് ചോദിച്ചു. 0 to 9 നമ്മൾ റിപ്പീറ്റഡ്ലി ഉണ്ടാക്കി വെച്ചാലും മതി. കാരണം നമുക്കിപ്പോ 10 ചെയ്യാനായിട്ട് രണ്ടെണ്ണം 1ഉം 0യും കൂടെ കമ്പൈൻ ചെയ്ത് വെക്കാം. 15 ആണെങ്കിൽ 1ഉം 5ഉം കൂടെ കമ്പൈൻ, ആ രീതിയിൽ നമുക്ക് ചെയ്ത് വെച്ച് കുട്ടിയെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിക്കാം. 15 മേക്ക് 15 എന്ന് പറയുമ്പോൾ അത് 1ഉം 5ഉം എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യും.
ഇതാണ് മൂവബിൾ ആൽഫബറ്റ്സ്, മൂവബിൾ നമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, മാമിന്റെ അടുത്ത് സ്മോൾ ആൽഫബറ്റ്സിൽ എ എങ്ങനെയാണെന്ന് ചെയ്തൊന്ന് കാണിച്ചു തരും. സ്മോൾ ആൽഫബറ്റ്സ് ഒന്ന് നോക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ഷിഫ്റ്റിങ്ങിന്റെ സമയത്ത് കാണാതെ പോയതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ്. സ്മോൾ ചെയ്തോന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. എനിക്ക് ക്യാപിറ്റൽ മാത്രമാണ് ഞാൻ ഇവിടെ കാണുന്നത്. കാണുന്നില്ല കേട്ടോ. മാം ഒരു ട്രൈ ടു ഡു അത് ഇത് രണ്ടും ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇത് ചെയ്തായിരുന്നു, ഒരു ഫിഷിനെ പോലെ വരച്ചു. എന്നിട്ട് എ ടോപ്പില്, എന്നിട്ട് എയുടെ ഇത് റൗണ്ട് റൗണ്ട് എന്ന് പറഞ്ഞ് A to Z വരെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഫിഷിന്റെ മറ്റേ ചെതമ്പല് പോലെയുള്ള ഭാഗം പൊങ്ങിയിരിക്കുന്നില്ലേ, അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് A മേളിലും B താഴെ. അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോ കൈ ഓടിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. അതെ, നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു തരണം മാത്രം ചെയ്യണമെന്നില്ല. അത് തന്നെയാണ് റെക്കോർഡ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാത്രം, അതൊരു മോഡൽ മാത്രം. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആ ടോപ്പിക് റിലേറ്റഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ശില്പ പറഞ്ഞോളൂ. ശില്പ തന്നെയല്ല മറ്റേ നെയിൽ കട്ട് ചെയ്യുന്നതിന്റെ അതൊക്കെ കുട്ടിയെ കൊണ്ട് ചെയ്തത്? അതെ മാം. പിന്നെ ഞാൻ വേറൊരു ഡൗട്ടും ചോദിക്കാനിരിക്കുമായിരുന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മാം, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ക്യാമറ മാം, എനിക്ക് ഡൗട്ട് വന്നതേ, ഇത് ട്രയാങ്കിള്, ഇത് ഞാൻ ചെയ്തതാണ്, ഷേപ്പ് ചെയ്തതാണ്. ഇത് നമ്മുടെ എന്തിലാണ് ജസ്റ്റ് സൈഡ് ഭാഗം മാത്രം വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ആ ടൈപ്പ് വേണോ അതോ ഇങ്ങനെ വേണോ? 3D മോഡൽ വേണം? 3D മോഡൽ വേണം, രണ്ടും വേണം. രണ്ടും വേണ്ടി വരും. ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെയും ഷേപ്സ്, മറ്റേ ക്യൂബ് ആണെങ്കിലും ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തപ്പോ രണ്ടും ചെയ്തു. 3D മോഡലും 2D മോഡലും നമുക്കുള്ളത് നല്ലതായിരിക്കും. ഈവൻ ദോ നിങ്ങൾ ട്യൂഷൻസ് ഒക്കെ എടുക്കുമ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കും. ചാർട്ടിൽ ചെയ്യണോ മാം? ചാർട്ടിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കളർ പേപ്പേഴ്സ് ചാർട്ടോ യൂസ് ചെയ്യാം. കാർഡ്ബോർഡ്സിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും കിട്ടുന്ന കാർഡ്ബോർഡിൽ നമ്മൾ ആ മോഡൽ ഉണ്ടാക്കുക, അതിനെ ഒന്ന് കവർ ചെയ്യാം. കാരണം കാർഡ്ബോർഡിന്റെ ബ്രൗൺ കവർ കാണുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും ഒരു കളർഫുൾ ആയിട്ട്, ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിലും ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാണുമ്പോൾ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം മെറ്റീരിയൽസ്. മറിയ മോണ്ടിസോറി അങ്ങനെയാ പറഞ്ഞത്, മെറ്റീരിയൽ ഷുഡ് ബി വെരി അട്രാക്റ്റീവ്. അതുകൊണ്ടാണ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കളറും ഐഡന്റിഫൈ ചെയ്യും, ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യും, സൈസ് ഐഡന്റിഫൈ ചെയ്യും, ഡയമെൻഷൻസും അതിന്റെ ഫീച്ചേഴ്സും എല്ലാം ഈ ഒറ്റ ഇതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാകും. സാധാരണ നമ്മുടെ ബ്രൗൺ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര. അപ്പൊ ഈ ABCDയും ഈ ഷേപ്സും ഒക്കെ ചെയ്യണം? ഞാനിപ്പോ തൽക്കാലം നമ്പേഴ്സും ആൽഫബറ്റ്സും ആണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അത് ചെയ്യാൻ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തത്. ചാർട്ട് പേപ്പറിനേക്കാളും നമുക്ക് ഈ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര കട്ടിയുള്ള പീസസ് ഒക്കെ കിട്ടില്ലേ, എന്തെങ്കിലും ബോക്സിന്റെ ഒക്കെ, അതൊക്കെ യൂസ് ചെയ്ത അതിലിപ്പോ ഞാനിത് നമ്പറൊന്നുമല്ല, കുട്ടികളെ നമ്മൾ ഫ്ലവേഴ്സ് പഠിപ്പിക്കുമ്പോൾ റോസ് അത് കാണിക്കാനായിട്ട് ഒരെണ്ണം ഒട്ടിച്ചു. ഫ്ലവേഴ്സ്, അനിമൽസ്, ബേർഡ്സ്, ഇതെല്ലാം നമുക്ക് ചെയ്യാം. നമ്പേഴ്സ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നമ്പേഴ്സ് ചാർട്ട് പേപ്പറിലാണ് ചെയ്തത്. ചാർട്ട് പേപ്പറിനേക്കാളും കുറച്ച് കട്ടിയുള്ളത് ഉപയോഗിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളല്ലേ, അവര് ശ്രദ്ധിക്കില്ലല്ലോ, എങ്ങാനും കീറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കട്ടെ. കാർഡ്ബോർഡ് കുറച്ച് കട്ടിയുള്ള ഇതാകുമ്പോൾ അതങ്ങനെ കീറി പോകുന്നില്ല. ഇത് ഏതോ ഒരു ബോക്സിന്റെ കാർഡ്ബോർഡ് ആയിരുന്നു. അതിന്റെ ഒരു സൈഡ് അതിന്റെ ലെറ്ററിങ് ഒക്കെ കാണാം, മറ്റേ സൈഡിൽ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട്, ചാർട്ട് പേപ്പറിന്റെ കഷ്ണം ഒട്ടിച്ചിട്ട്, ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ ഒട്ടിച്ചിട്ട് റോസിന്റെ പിക്ചർ ഒട്ടിച്ചു എഴുതി. അതുപോലെ റോസ് മാത്രമല്ല, നമുക്ക് എന്തും പലതും അങ്ങനെ ചെയ്യാം. ഫ്ലവേഴ്സ് പഠിപ്പിക്കാം, അനിമൽസ് പഠിപ്പിക്കാം, ഇതെല്ലാം മൂവബിൾ ആയിട്ട് കിടക്കും. കുട്ടിക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെയാണോ ചെയ്യാൻ പാടുള്ളൂ? അത് വേറെ ടച്ച് ചെയ്യുമ്പോൾ ഫീല് കിട്ടണം. ആ ടച്ച് അല്ല ഞാൻ ചോദിക്കണേ, നമ്മള് ലെറ്റർ ഇങ്ങനെ രണ്ടിതായിട്ട് എഴുതിട്ട് മറ്റേ ചെറിയ സീക്വൻസ് ഇല്ലേ, അത് ബീഡ് വർക്ക് ചെയ്യില്ലേ നമ്മള്? അതുപോലെ ചെയ്യണോ അതേ സാൻഡ് പേപ്പർ തന്നെയാണോ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. രമ്യ, അത് ചെയ്യുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ അതിനകത്ത് എക്സ്പെൻസ് കൂടുതലാവുമല്ലേ അല്ലേ? നമുക്ക് ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രയും ബീഡ്സ്, ഇപ്പൊ നമ്മുടെ പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ ഉള്ളത് കിട്ടും,
പക്ഷെ നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടാൻ നമ്മൾ വാങ്ങുക തന്നെ വേണം. അല്ലെ? സാൻഡ് പേപ്പർ ആകുമ്പോൾ ഒരു വലിയ ഷീറ്റിൽ നിന്ന് നമുക്ക് കുറെ ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് ഇത്ര എടുക്കാനായിട്ട് വലിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ഇതില് കണ്ടതാണ്, ഈ വണ്ണൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അവര് നമ്മള് ഡോട്ടഡ് ലൈൻസ് ചെയ്യുന്നില്ലേ, അതേപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇടും. അപ്പൊ അവർക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ വണ്ണ് ഇങ്ങനെയാണ് പോകേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ട്. ആ ഒരു ടച്ച് ഫീലിംഗ് കിട്ടുന്നുണ്ടല്ലോ അതില്. ആ ഒരു ഇങ്ങനെ ബോൾ ആയിട്ടില്ലേ ഹോട്ട് ഗ്ലൂ നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പൊ അത് ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, സോഫ്റ്റും ആണ്. അപ്പൊ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ? നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും നമ്മൾ ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽസിൽ സാൻഡ് പേപ്പർ നമ്പേഴ്സും ആൽഫബറ്റ്സും ഉണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയയിൽ മറിയ മോണ്ടിസോറി യൂസ് ചെയ്ത മെറ്റീരിയലിൽ ഉള്ളതാണിത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അത് ഇംപ്രൊവൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ സാൻഡ് പേപ്പർ ഭയങ്കര റഫ് ആണെങ്കിലും കിഡ്സ് ലവ് ഇറ്റ്. അവർക്ക് ഇഷ്ടമാണ് ആ റഫ്നെസ്സിലൂടെ ഇങ്ങനെ വിരൽ കൊണ്ടുപോകാൻ. ഈ പറയുന്ന ബീഡ്സ് ഒക്കെ ആകുമ്പോൾ അവരൊന്ന് പൊളിച്ചൊക്കെ എടുക്കാനായിട്ട് നോക്കുമായിരിക്കും, എനിക്കറിയില്ല. ആസ് എ കിഡ് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാ. ഒരു കിഡിന്റെ രീതിയിൽ നിന്നൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. ഇത് അത്ര പെട്ടെന്ന് അവർക്ക് പൊളിക്കാൻ പറ്റില്ല, നല്ല വശം വെച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി. ഇത് പൊളിച്ചാലും ആ യു ആയിട്ട് തന്നെയല്ലേ നമുക്ക് ഇളകി വരുള്ളൂ. ഇത് ബീഡാകുമ്പോൾ 1 2 ഒക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് അവിടെ ഒട്ടിക്കണം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യും. ഇതിന്റെ മെറ്റീരിയൽസ് വേണ്ട ലിസ്റ്റ് ചെയ്യാൻ തരാം. ഇതുപോലെ ചെയ്താണെങ്കിൽ കുഴപ്പമുണ്ടോന്ന് തോന്നുന്നത്. ഇതുപോലെ ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തു വെച്ചത് ഇത് നമ്മള് കൊച്ചിനും പോയി ഇതിനകത്ത് ഒരെണ്ണം ചെയ്ത ക്യാമറ ബാക്കാണ്. കണ്ടില്ല, കാണാൻ പറ്റുന്നില്ല. മോളിലുള്ള സാധനമാണോ കാണിക്കുന്നത്? ഒരു മിനിറ്റ്. ചെയ്യണം. നമ്പേഴ്സും ചെയ്യണം. 0 to 9 ചെയ്ത് വെച്ചാൽ മതി. ഇത് പറഞ്ഞത് നമ്പേഴ്സ് ആണോ ചോദിച്ചേ? നമ്പേഴ്സ് 0 to 9 വരെ മതിയൊന്ന്. 0 to 9 വരെ മതി. പിന്നെ അതൊന്ന് ചിലപ്പോൾ ഒന്ന് റിപ്പീറ്റഡ്ലി ഒന്ന് ചെയ്ത് വെക്കണം. അപ്പം 3 ഡിജിറ്റ് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി വരില്ല, 2 ഡിജിറ്റ് വരെയൊക്കെ വേണ്ടി വരുള്ളൂ. ബുദ്ധിമുട്ടുണ്ടാവില്ല. ചിലപ്പോൾ 9 ഒക്കെ ചിലപ്പോൾ എക്സ്ട്രാ 3 4 ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. സജ്ജന കിട്ടിയോ? ചെയ്തത് കിട്ടിയോ? ചെയ്ത് വെച്ചിട്ടാണ് മോക്കടെ ഇപ്പൊ ഒരു ഇതില് ചെയ്ത് ഇങ്ങനെ വെച്ചാണ്. അപ്പൊ അത് അതുപോലെ ചെയ്തിട്ട് ക്യാമറ ബാക്കാവുന്നുണ്ട്. പ്രോബ്ലം വന്നു. ഇത് മോക്ക് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമ്മള് ഇതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ലെറ്റേഴ്സ് അതുപോലെ ആഡ് ചെയ്ത് വെച്ചാൽ മതിയോന്ന് പറയുന്നത്. ലെറ്റേഴ്സ് അങ്ങനെ എഴുതി വെച്ചാൽ മതിയോന്നോ? എഴുതി എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മള് ഈ തെർമോക്കോളിൽ ഇങ്ങനെ എഴുതി എടുത്തിട്ട് അത് നമ്മളാ ഷാർപ്പ് പേപ്പറിലേക്ക് വെച്ചാൽ മതി, ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. തെർമോക്കോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ തെർമോക്കോൾ പ്രിഫർ ചെയ്യാത്തതിന് കാരണം ഞാൻ ഇടയ്ക്ക് കേട്ടു, എനിക്കത് ശരിയാണോന്ന് അറിയില്ല, ഇത് ഒരു അലർജി തരുന്ന ഒരു സാധനമാണെന്ന് കേട്ടു. ഇതിങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ കുറെ ഷെയ്ഡ്. ഇത് തെർമോക്കോളാണ്. തെർമോക്കോൾ ലെറ്റേഴ്സും നമ്പേഴ്സും നമുക്ക് ഈ സാൻഡ് പേപ്പർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കലൊരു പണിയാണ്. സാൻഡ് പേപ്പറും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തെർമോക്കോൾ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് പെൻ നൈഫ് പോവില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനൊരു അലർജി എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടു. നമ്മൾ ചെയ്തു വെച്ചു, പക്ഷെ അലർജി എന്ന് കേട്ടത് കാരണം കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുപോയില്ല. കുട്ടികള് വായിലിടത്തില്ലേ മാം? തെർമോക്കോൾ ആവശ്യമുണ്ട്. നമ്പർ വീൽസ് ഉണ്ടാക്കാൻ തെർമോക്കോൾ ആവശ്യമായിട്ട് വരും. ഇവിടെ നടുക്കൊരു ഇത് വെച്ചിട്ട് ഒരു നീഡിൽ പോലെ ഒരു സൂചി പോലെ വരും. അതിങ്ങനെ മൂവ് ചെയ്ത് ഓരോ നമ്പർ, ഇവിടെ നമ്പറിന് പകരം ഞാനിപ്പോ ട്രയാങ്കിളാണ് വെച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ, ആ രീതിയിൽ. ശരിയാ, തെർമോക്കോളിന്റെ പൊടി മൂക്കിൽ പോകും. അപ്പൊ ഇത് പക്ഷെ തെർമോക്കോളിൽ തന്നെയാണ് വെച്ചത്. പക്ഷെ ഇത് നിങ്ങൾക്ക് കേക്കിന്റെ ബേസ് ചെയ്യാം. കേക്ക് ബേസ് എന്തായാലും വീട്ടിൽ ഒരു കേക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിച്ചതിന്റെ ബേസ് ഉണ്ടാവൂലേ, കേക്കിന്റെ ബേസിൽ ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം,
രണ്ട് സൈഡിലും ചെയ്യണം. സാധനം ഹാങ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ കാറ്റത്ത് ആടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും കുട്ടിക്ക് നമ്പർ പറയാനായിട്ട് പറ്റണം. ഇത് അതുകൊണ്ട് തെർമോക്കോളിന്റെ എക്സ്പോസ്ഡ് ഭാഗം കുറവാണ്, ഈ സൈഡ് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ചാർട്ട് പേപ്പർ വെച്ചിട്ട്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്പേഴ്സും ആൽഫബറ്റ്സും സാൻഡ് പേപ്പറിലൊന്ന് ചെയ്യാനായിട്ട് നോക്കും, ട്രൈ ചെയ്യും. ധൃതി പിടിച്ച് ചെയ്യരുത്, സമാധാനമായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ചെയ്താൽ മതി, കൺവീനിയന്റ് ടൈമിൽ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു മാം. Okay, thank you, ma'am. Good night. Thank you, ma'am. Good night. Good night. Good night. Thank you. Okay, ma'am. Thank you, ma'am. Good night, ma'am. Good night. Thank you, ma'am. Good night, ma'am. Thanks, ma'am. Thank you. Good night. Thank you, people. Bye. Bye.